1986 ആദ്യമാണെന്ന് തോന്നുന്നു. ഞാനന്ന് ചങ്ങനാശ്ശേരിയിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി സെൻറ്ററിൽ ജോലി ചെയ്യുകയാണ്. അവിടെ ലൈബ്രറിൻ്റെ ജോലി ചെയ്യുകയാണ്. സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു ലൈബ്രറി. അവിടെ ലൈബ്രറിയനായിരുന്നു ഞാൻ. ആ സമയത്താണ് എൻ്റെ അവിടുത്തെ ഓഫീസ് അഡ്രസ്സിൽ ഒരു ടെലഗ്രാം വരുന്നു. ടെലഗ്രാമിൽ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നത്: മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി പി പത്മരാജൻ. അതിനകത്തൊരു ഫോൺ നമ്പറും കൊടുത്തിരുന്നു. അപ്പോൾ ഈ പി പത്മരാജൻ എന്ന് കണ്ടപ്പോൾ എനിക്ക് അത് ഈ നമ്മുടെ സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരനായ പി പത്മരാജനാണെന്ന് വിശ്വസിക്കാൻ യാതൊരു ന്യായം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പി പത്മരാജൻ വേറെ ആരാകാനും സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഈ നമ്പർ ഒരു ലാൻഡ് ഫോൺ നമ്പറാണ്. അപ്പോൾ അന്ന് ഈ മൊബൈലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ മെയിൻ റോഡിൽ വന്നിട്ട് ഒരു ടെലിഫോൺ ബൂത്തുണ്ട്, STD ബൂത്തുകളുള്ള കാലമാണത്. ബൂത്തിൽ വന്നിട്ട് ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു സ്ത്രീ സ്വരമാണ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ KK സുധാകരനാണ്, ഇനി ടെലഗ്രാം കിട്ടി, അതനുസരിച്ച് വിളിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മിയാണ് ഞാൻ, സുധാകരൻ വിളിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴ് കോവളത്തുള്ള ഹോട്ടൽ സമുദ്രത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും നേരത്തെ സുധാകരൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണണം. അപ്പോൾ എന്താണ് കാരണമെന്ന് ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ മറ്റ് പലരുടെയും കഥകൾ സിനിമയാക്കിയിട്ടുണ്ട് അതിന് മുമ്പ്. കൂടെവിടെ എന്ന് പറയുന്ന സിനിമ വാസന്തി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുടെ കഥയായിരുന്നു അത്. അതുപോലെ അപരൻ എന്ന് പറയുന്ന ഒരു സിനിമ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരാളുടെ ചെറുകഥയായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എൻ്റെ ഏതെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ കഥ സിനിമയാക്കാൻ വേണ്ടി ആയിരിക്കുമോ അദ്ദേഹം എന്നെ സമീപിക്കുന്നത് എനിക്ക് സംശയം തോന്നി. ആ കാലത്ത് 2 നോവലുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഞായറാഴ്ചയുടെ ഓർമ്മയ്ക്ക്, അതൊരു ആദ്യത്തെ നോവലാണ്. രണ്ടാമത്തെ നോവൽ കുറച്ച് കാലം മുമ്പ് കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു നോവലായിരുന്നു, നമുക്ക് ഗ്രാമങ്ങൾ ചെന്ന് രാപ്പാർക്കാം. അപ്പോൾ എനിക്ക് തോന്നി, രണ്ടിലേതെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ അതിൻ്റെ കഥ എടുക്കാൻ വേണ്ടിയാണോ അദ്ദേഹം എന്നെ സമീപിക്കുന്നത് എന്ന് സംശയം തോന്നി. ഞാൻ പിറ്റേ ദിവസം തന്നെ തിരുവനന്തപുരത്തിന് ബസ് കയറി അവിടെ ചെന്നിട്ട്, അവിടെ സിറ്റി സർവീസാണ്, സിറ്റി സർവീസിൽ നേരെ കോവളത്ത് പോയി ഈ ഹോട്ടൽ സമുദ്രത്തിൽ ചെന്ന് റിസപ്ഷനിൽ പറഞ്ഞു, ഞാൻ KK സുധാകരനാണ്, ഈ പത്മരാജനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ഒരു റൂമിലേക്ക് വിളിച്ചു. ഇത് സംസാരിച്ചു. ഈ സുധാകരൻ വന്നു കാണുന്നുള്ള കാര്യമായിരിക്കും അവർ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഉടനെ അറിയിപ്പ് വന്നു, അകത്തേക്ക് വിടാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്ന റൂം നമ്പർ 7 അതോ 8 മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം താമസിക്കുന്ന ആ ഹോട്ടലിലെ റൂം. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ റൂം അടഞ്ഞു കിടക്കുകയാണ്. എനിക്ക് സംശയം തോന്നി, എനിക്ക് ചെറിയ പേടിയുണ്ട്. ആദ്യമായിട്ടൊരു എഴുത്തുകാരനെ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനെ കാണുന്നത്. അത് ചെറുതായിട്ട് വാതിൽ മുട്ടി. അപ്പോൾ തന്നെ തുറന്നപ്പോൾ കാണുന്നത് സാക്ഷാൽ പി പത്മരാജൻ. അദ്ദേഹം ചാര നിറത്തിലുള്ള ഷർട്ടും ചെറിയ കള്ളിമുണ്ടുമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുധാകരൻ ആണ്, മനസ്സിലായി, അകത്തേക്ക് കയറി വരൂ. അപ്പോൾ അങ്ങനെ അകത്തേക്ക് റൂമിനോട് ചേർന്നിട്ട്, അപ്പോൾ അത് കടൽ തീരത്തുള്ള ഹോട്ടലാണ്. റൂമിൽ നിന്ന് അകത്തേക്ക് കയറി അതിൻ്റെ പുറമേ ഒരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലെ ചുവൽ കസേരയും ടീപ്പോയും ഒക്കെ ഉണ്ട്. നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി ആ ചുവൽ കസേരയിലിരുത്തി. എന്നിട്ട് എൻ്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച ശേഷമാണ് അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കലാകൗമുദിയിൽ വന്ന നോവൽ നമുക്ക് ഗ്രാമത്തിൽ രാപ്പാർക്കം വായിച്ചു, അതൊരു സിനിമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, സുധാകരൻ എന്ത് തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊരു കഥയിലൊരു സിനിമയുണ്ടെന്ന് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയുന്നത് പി പത്മരാജൻ എന്ന എഴുത്തുകാരൻ തന്നെയാണല്ലോ, സംവിധാനം തന്നെയാണല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ അധികം വായിക്കാറൊന്നുമില്ല, എൻ്റെ വായനയൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും സ്ഥലത്തുമൊക്കെ ആയിരിക്കും, ലാബിലും ഒക്കെ ആയിരിക്കും, സ്റ്റുഡിയോയിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി വായിക്കുന്നത് എൻ്റെ ഭാര്യ രാധാലക്ഷ്മിയാണ്. അപ്പോൾ ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ വന്നപ്പോഴേ കലാകൗമുദിയുടെ ആ നോവൽ കട്ടിങ്സ് എടുത്ത് എനിക്ക് മാറ്റി വെച്ചിരുന്നു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ കഥയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പം ഒരു എഴുത്തുകാരൻ്റെ ഒരു കഥ സിനിമയാകുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, വലിയ സന്തോഷമായി എനിക്ക്. അപ്പം നമുക്ക് കഥയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സിനിമ പറ്റി പറഞ്ഞത്, ആ കഥയെക്കുറിച്ച് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് മലയാള സിനിമയിൽ ഇതുവരെ മുന്തിരിത്തോട്ടം വന്നിട്ടില്ല.
നമുക്ക് മലയാള സിനിമ മുന്തിരിത്തോട്ടം കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ ശലോമൻ രാജാവിന് ധാരാളം തുണ്ടിത്തോട്ടങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് കഥ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ നോവലിലെ കഥാപാത്രം നായകൻ എന്ന് പറയുന്നത് ടാങ്കർ ലോറി ഓടിച്ച് വരുന്ന ഒരു ജോണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു വാഗബോണ്ടാണ്. അമ്മ വീട്ടിലുണ്ട്, വേറെ ആരുമല്ലോ, ജോലിക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബന്ധുവായ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ പയ്യൻ വീട്ടിലുണ്ട്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞാൽ ഒരു മാസം കൂടുമ്പോഴേക്കായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അടിച്ചു പൊടിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. നമുക്ക് ഈ ജോണിയെ ഈ പുതിയ കാലഘട്ടത്തിലെ ശലോമൻ രാജാവാക്കാം. ശലോമൻ്റെ വേറൊരു പേരാണ് സോളമൻ രാജാവ്. സോളമൻ ആയിക്കളയാം. നല്ല രസമായിരിക്കും അത്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം മലയാള സിനിമയിൽ മുന്തിരിത്തോട്ടത്തിൽ പച്ചക്കറി ഒരു സിനിമ പോലും വന്നിട്ടില്ല. ഇതൊരു വലിയ ഒരു വ്യത്യാസമായിരിക്കും. സന്തോഷമായി. പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് സുധാകരൻ. ഈ അടുത്ത വീട്ടിലൊരു പെൺകുട്ടി ഈ സോളമനോട് ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത് രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണ് അങ്ങനെ ചെയ്യുമോ? ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കഥയിൽ എഴുതാത്ത പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ അപ്പനെന്ന് പറയുന്നത് സ്വന്തം പിതാവല്ല, രണ്ടാനപ്പനാണ്. രണ്ടാനപ്പന് അവളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ അവൾക്ക് നേരിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കൂടിയാണ് അയൽക്കാരനായ ജോണിയുടെ കൂടെ ഒളിച്ചോടാൻ അവൾ തീരുമാനിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അത് കറക്റ്റാണ്. അങ്ങനെ ഒരു ലോജിക്കുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു കാര്യം, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് ഞാൻ വേറെ കാര്യം എനിക്ക് പറയേണ്ടി വന്നത്. കാരണം ഇതിനൊരു 2-3 ആഴ്ച മുമ്പ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന അന്നത്തെ ഒരു സിനിമാ നിർമ്മാതാവ്, നമുക്കെല്ലാം അറിയാം, ഡേവിഡ് കാച്ചപ്പള്ളി ഇന്നസെൻ്റ് കൂട്ടുകെട്ടിൽ ധാരാളം മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാച്ചപ്പള്ളി എന്നെ ഒരു ദിവസം ഈ സ്റ്റഡീസിൽ ഒന്ന് കണ്ടിരുന്നു. വേറൊന്നിനും വേണ്ടിയല്ല, ഇതേ നോവൽ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാമപാർക്ക് എന്ന നോവൽ ചലച്ചിത്രമാക്കുന്നതിന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. ഷാജി എൻ കരുൺ സിനിമയെ ചെയ്തിട്ടില്ല. ഷാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാം, ജി അരവിന്ദൻ്റെ പ്രധാനപ്പെട്ട സംവിധാനം, അദ്ദേഹത്തിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു ഈ ഷാജി. അപ്പോൾ ഷാജിക്ക് ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ആഗ്രഹമുണ്ട്. അപ്പോൾ ജി അരവിന്ദനാണ് ഈ കഥ സജസ്റ്റ് ചെയ്തത്. കലാമതിൽ വന്ന കഥ അരവിന്ദൻ വായിച്ചിട്ടാണ് ഷാജിയോട് പറഞ്ഞത്, ഇത് കഥ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അങ്ങനെ ആ കഥ വേറെ ആർക്കും കൊടുക്കരുത്, ഷാജിക്ക് തന്നെ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാച്ചപ്പള്ളി 3 ആഴ്ച മുമ്പ് തന്നെ ഒന്ന് കണ്ടത്. അപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷനായി. ഇപ്പോൾ കാച്ചപ്പള്ളി ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു, പത്മരാജൻ ഇത് ചോദിക്കുകയും ചെയ്തു, ഞാൻ ആർക്ക് കൊടുക്കും, എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പപ്പേട്ട ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ എന്താ ചെയ്യുക? അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം അവരോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഞാനത് ചെയ്യട്ടെ, കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ കൊടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, സിനിമയിൽ അങ്ങനെ നമുക്കങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. ആദ്യം കിട്ടുന്നത് ആദ്യം ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. കാത്തിരിപ്പിന് കാര്യമില്ല. കാത്തിരുന്ന് ചിലപ്പോൾ നടന്നു വരത്തില്ല, എങ്കിലും സുധാകരൻ ആലോചിച്ചിട്ട് എനിക്ക് മറുപടി തന്നാവെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. തിരിച്ച് ആദ്യം വന്നത് തിരുവനന്തപുരത്തെ കലാമതി ഓഫീസിലാണ്. അവിടെ ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായിട്ടും പത്മരാജനെ പോലെ ഒരാൾ ചോദിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുന്ന മണ്ടത്തരമാണ്. മറ്റേതൊക്കെ അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പോവാണ്, അത് നടന്നെങ്കിൽ നടന്നു, ഇല്ലെങ്കിലില്ല. മാത്രമല്ല അത് ഏതുതരം സിനിമയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പത്മരാജൻ്റെ സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അത് മാത്രമായ ഗംഭീരമായ ഒരു സിനിമയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സോട് ചോദിച്ചു, അവരും അത് തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ ചോദിച്ചപ്പോൾ വീട്ടിൽ എൻ്റെ വൈഫും പറഞ്ഞ അതാണ്, പത്മരാജനെ കൊടുക്കുക. കാരണം ഞങ്ങൾ പത്മരാജൻ്റെ സിനിമയുടെ ഒരു ആരാധകരാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സിനിമ എനിക്ക് തോന്നുന്നത് കൂടെ ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് മുതലേ എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള സംവിധായകനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വിറ്റസം വിളിച്ചു, പപ്പേട്ട ഞാൻ കഥ തരാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ വരാൻ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തന്നെ വീണ്ടും അദ്ദേഹം ഹോട്ടലിലുണ്ട്, സമുദ്രയിലുണ്ട്, അവിടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ചെന്നിട്ട് അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഒരു അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പിള്ളിൽ തന്നെ ഒരു ചെറിയ എഗ്രിമെൻ്റൊക്കെ എഴുതി എനിക്കൊരു ചെറിയ അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്നപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് അഡ്വാൻസ് തന്നവരൊക്കെ മോശമായിട്ടില്ല, നല്ല നിലയിലായി തീർന്നിട്ടുമുണ്ട്. അതൊക്കെ എനിക്ക് അന്ന് പറയാൻ കാരണം റഹ്മാനൊക്കെയാണെന്ന് തോന്നുന്നു. റഹ്മാനൊക്കെയാണ് കൂടെവിൽ സിനിമയെ അഭിനയിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ പിന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അശോകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതൊക്കെ ഈ പെരുവഴി അമ്പലത്തിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള എല്ലാവരും നല്ല നിലയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അനുഗ്രഹം തരികയും ചെയ്തു. ഞങ്ങൾ അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, സുധാകരൻ്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, പൂജപ്പുരയാണ് താൻ താമസിക്കുന്നത്, നമുക്ക് വീട്ടിൽ പോയിട്ട് പോകാം.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറിൽ പിന്നെ പൂജപ്പുരയ്ക്ക് ഈ കോളത്തുനിന്ന് പൂജപ്പുര വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുമ്പം അതൊരു പ്രത്യേക കാഴ്ചയാണ്. കാരണം ഈ മുതുകളം എന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആ വീട്, അദ്ദേഹത്തിൻ്റെ ആ പൂജപ്പുരയുള്ള ആ സിറ്റിയിൽ പോലും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ആ വീട് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലാറി ബേക്കർ എന്ന് പറഞ്ഞ സ്റ്റൈലിലുള്ള ഒരു വീടാണ്. ചുവന്ന ഇഷ്ടികൾ കൊണ്ട് പണിഞ്ഞ ഒരു ഇരുനില കെട്ടിടം. അപ്പോൾ അതിൻ്റെ മുൻവശത്താണെങ്കിൽ പുൽത്തകിടി. കൂടെ എന്നെ ആകർഷിച്ചൊരു കാര്യമുണ്ട്, അവിടെ ഒരു പിച്ചക വള്ളിയുണ്ട്. പിച്ചകൾ വളർന്നു കിടക്കുന്ന ഒരു പിന്നെ കൊള്ളിക്കുള്ളിൽ പോലെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആകർഷിച്ച ഒരു സംഭവമാണ് എന്നെ. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധാലക്ഷ്മി, മകൻ അനന്തപത്മനാഭൻ, മകള് മാധവിക്കുട്ടി, അവർ ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, മാളികരിക്കുള്ള എപ്പോഴും ബസ്സുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യം മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള കുറേ ആൽബംസ്, തിരക്കഥകളൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു. അതിന് നിങ്ങൾ താഴെ വന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് പോരുന്നതിന് മുമ്പ് എന്നോട് കാര്യം പറഞ്ഞു, സുധാ ഒരു കാര്യം ചെയ്യും, പിന്നെ ഈ കഥയിൽ സുധാൻ എഴുതാത്ത കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയാകാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പുതിയ കഥകളുടെ അല്ലെങ്കിൽ ഭാഗങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു തിരക്കഥാ രൂപത്തിൽ എനിക്കൊന്ന് എഴുതി അത് അയച്ചു തരികയാണെങ്കിൽ നല്ലതായിരുന്നു. സമയമുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ തന്നാൽ മതി, ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ. അപ്പം സുധാരൻ പറയാത്ത എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുമല്ലോ. ഞാൻ പറഞ്ഞ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു സിനിമയാകുവാണെങ്കിൽ എങ്ങനെയായിത്തീരും എന്ന രീതിയിൽ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി പരിചയമൊന്നുമില്ല, ഒരു പരിചയം ഉണ്ടായില്ല. ചില സ്ക്രിപ്റ്റുകളൊക്കെ ഈ തിരക്കഥകൾ പുസ്തകത്തിൽ വായിച്ച പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ നോവലിനെ ആസ്പദമാക്കി ഞാനൊരു തിരക്കഥ എഴുതി. വളരെ കുറച്ച് പേജേ ഉള്ളൂ, ഒരു തിരക്കഥ ഒന്നും പറയാൻ പോലും പറ്റില്ല, ഒരു സാഹസം മാത്രം. അതങ്ങനെ എഴുതിയിട്ട് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു, തപാലിൽ അയച്ചു കൊടുത്തു. അദ്ദേഹം വായിച്ചിട്ടുണ്ടാവണം. പക്ഷേ ആ കഥയിൽ നിന്ന് കാര്യമായിട്ട് ഒരു സംഭവം അദ്ദേഹം എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എടുത്തു. അതിനകത്ത് നോവലിനകത്ത് പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് ബൈബിൾ കൊട്ടേഷനാണ്. ശലോമോൻ്റെ ഉത്തമഗീതങ്ങളിൽ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളർത്തുപോയെന്നും മാതളനാരങ്ങൾ പൂത്തുപോയെന്നും നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. ആ സിനിമയുടെയും നോവലിൻ്റെ ഹൈലൈറ്റ് അതിന് ആ ബൈബിൾ വാക്യങ്ങളായിരുന്നു. ഇപ്പം ഞാനൊരു തിരക്കഥയിൽ എഴുതിനകത്തത് ഈ സോളമൻ നായികയോട് പറയുന്ന ഫോണിൽ കൂടി ഈ പറയുന്നതായിട്ടാണ് ഞാൻ എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ നോവലിൽ അങ്ങനൊരു സംഭവമില്ല. അത് ഒരു ക്രിസ്മസ് രാത്രിയിൽ ആഘോഷിക്കുമ്പോൾ സോളമൻ അല്ലെങ്കിൽ ആ ജോണി എന്ന കഥാപാത്രം ബന്ധുവായ ആൻ്റണി എന്ന പയ്യനോട് പറഞ്ഞു, എടാ മോനെ നീ ബൈബിൾ എടുത്ത് വായിക്ക്. ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ ഈ ശലോമോൻ്റെ ഉത്തമഗീതങ്ങളിലാണ് കിട്ടുന്നത്. അതിനകത്ത് ആദ്യം കണ്ട വരികളാണ് ആൻ്റണി വായിക്കുന്നത്. പക്ഷേ പകരം ഈ വരികൾ ഫോണിൽ നായികയോട് പറയുന്നതായിട്ട് ഞാൻ എഴുതി വെച്ചത്. പക്ഷേ അത് അദ്ദേഹം ആ ഫോൺ സംഭാഷണമൊക്കെ കളഞ്ഞിട്ട് മനോഹരമായിട്ട് തന്നെ നേരിട്ട് ശാരി എന്ന നായികയോട് പറയുന്നതായിട്ട് തന്നെ അവതരിപ്പിച്ചു. അത് ഏറ്റവും മനോഹരമായ ഒരു രംഗമായിരുന്നു അത്. കാരണം ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ, ഒരു യുവാവ് തൻ്റെ പ്രേമം പ്രകടിപ്പിക്കുന്ന ഇതിലും മനോഹരമായിട്ട് ഒരു സിനിമയിലോ അല്ലെങ്കിൽ എങ്ങും വന്നിട്ടില്ല, കഥകളിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും നന്നായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം തിരക്കഥ ഇരുന്നത് പിന്നീട് ഒരു സിനിമ വന്നിട്ടുണ്ട്, നൊമ്പരത്തിപ്പൂവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി വീണ്ടും തിരുവനന്തപുരം ആകാശവാണിയിൽ കഥ അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പേടെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരും, ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, നമുക്ക് സൗകര്യം പോലെ ഈ സിനിമ ചെയ്യാമെന്നൊക്കെ ആദ്യം എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ നൊമ്പരത്തിപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മോഹൻലാലിൻ്റെ ഒരു 18 ദിവസമോ അതോ 21 ദിവസമാണോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവന് അത്രയും ആവശ്യം, എനിക്കൊരു 5-6 ദിവസത്തെ കാര്യം, ചെറിയ റോളാണ് ആവശ്യമുള്ളൂ. ഒരു കാര്യം ചെയ്തെന്ന് ആലോചിക്കുകയാണ്. തിരുവല്ലയിലുള്ള രാഗം ഫിലിംസ് ഒരു ഫിലിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ ആ കഥ പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നൊമ്പരത്തിപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സിനിമ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അത് പെട്ടെന്ന് നടക്കും, കാരണം ആ വർഷത്തെ ഓണത്തിന് റിലീസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. മറ്റേയാണെങ്കിൽ ഒരു സമയത്ത് കുറേ സമയം എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇത് എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് വലിയ സന്തോഷ വാർത്ത. അത് ഇമ്മീഡിയറ്റ് ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് സിനിമയാകുമ്പോഴത്തേക്ക് ഈ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം എന്ന നോവലിൻ്റെ പേര് യോജിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സിനിമ പെട്ടെന്ന് പറയേണ്ട ഒരു ശീർഷക ഒരു ടൈറ്റിലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ചില പേര് ആലോചിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഞാൻ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ പിരിയുകയാണ് ചെയ്തത്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പത്മരാജൻ്റെ സിനിമ അനൗൺസ് ചെയ്തു, പത്രങ്ങളിലും മാസികകളിലൊക്കെ വന്നു. അപ്പോൾ അതിനകത്ത് വന്ന് ആദ്യം അദ്ദേഹം കൊടുത്ത പേര് മുന്തിരിവള്ളി തളിർത്തപ്പോൾ എന്നായിരുന്നു. മുന്തിരിവള്ളികൾ തളിർത്തപ്പോൾ. അങ്ങനെ പത്രത്തിൽ അതിന് പേരും കണ്ടു, വായിച്ചു. അപ്പോൾ അത് നല്ലതാണല്ലോ എന്നെനിക്ക് തോന്നുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ പിന്നെ ആ പേര് ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് അതിനേക്കാൾ മനോഹരമായ പേര് കിട്ടി, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പിന്നീട് ആ പേരിലാണ് പരസ്യങ്ങളെല്ലാം വന്നത്, വാർത്തകൾ വന്നതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം മൈസൂറും ബാംഗ്ലൂരും ആയിരുന്നു. മൈസൂരിൽ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ ആയി. മോഹൻലാൽ നായകൻ, ഷാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ദേശാടനികൾ കടയാറില്ല എന്ന ഇതിലെ 2 നായികകളിൽ ഒരാളായിരുന്നു. ഷാരി ഫിക്സ് ചെയ്തു, അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് മണി മല്യത്തും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജു അവർ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഷൂട്ടാണ്, നമുക്ക് സൗകര്യം വരണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലെ ചില അസുഖങ്ങൾ കാരണം എനിക്ക് ഷൂട്ടിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഫിലിമിൻ്റെ പ്രിവ്യൂവിന് വേണ്ടി ചങ്ങനാശ്ശേരി ഒരു തിയേറ്ററിൽ വെച്ച് നടന്നു. ഞങ്ങളെല്ലാം ക്ഷണിച്ച് ഞങ്ങൾ പോയി കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അവിടെ വെച്ചാണ് അതിൻ്റെ സ്ക്രീനിൽ കഥ കെ സുധാകരൻ്റെ പേര് കണ്ടപ്പോഴത്തെ വല്ലാത്ത സന്തോഷം, അഭിമാനവും തോന്നി. കാരണം എൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഒരു നിസ്സാര ആളിൻ്റെ കൂടെയല്ല, പി പത്മരാജൻ എന്ന മഹത്തായ വ്യക്തിയുടെ കൂടെയാണല്ലോ എന്നൊരു വലിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ സിനിമ വലിയ പമ്പൻ ഹിറ്റായിരുന്നു. ആ ഓണക്കാലത്ത് ഇറങ്ങിയതിലേക്ക് ഏറ്റവും കളക്ഷനിലല്ല, ആവനാഴി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അതിൻ്റെ കൂടെ റിലീസ് ചെയ്ത സിനിമ മമ്മൂട്ടിയുടെ. അത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. എനിക്കൊന്ന് ഈ ഒരു 1986 സിനിമ ഇപ്പോഴും ആളുകൾ അത് നെഞ്ചേറ്റിൽ ലാളിക്കുന്നുണ്ട്. എല്ലാ വാലന്റൈൻ ഡേയിലും ഈ മിക്കവാറും ഏതെങ്കിലും ഒരു ചാനൽ ഈ സിനിമ സംപ്രേഷണം ചെയ്യാറുണ്ട്. പ്രേമത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് തന്നെ ഈ സിനിമ മലയാള സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. അതിനൊരു ഇപ്പോഴും 17 വയസ്സാണ് സിനിമയ്ക്കെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ 2024, ഏകദേശം 40 വർഷമാകുന്നു ആ സിനിമ മലയാളത്തിൽ വന്നിട്ട്. ഇപ്പോഴും ആ സിനിമ ഒരു മലയാള സിനിമയുടെ നാഴികക്കല്ലായിട്ട് തന്നെ നിൽക്കുന്നു. പത്മരാജൻ്റെ സിനിമകളിലേക്ക് ഏറ്റവും മനോഹരമായ സിനിമ 2 സിനിമകൾ പൊതുവെ പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പലപ്പോഴും തൂവാനത്തുമ്പികളും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും. അതിനൊരു ഭാഗമായി ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പലപ്പോഴും പിന്നെ കെ.കെ.എസ്. അടയാളപ്പെടുത്തിയിട്ട് മുന്തിരിത്തോപ്പുകളുടെ കഥ എഴുതിയ ആളാണ് എന്നൊരു പേരിലൂടെയാണ് അത് ഇപ്പോഴും അഭിമാനിക്കുന്നത്. ഞാൻ അഭിമാനമാണത്. എനിക്ക് തോന്നുന്നു ഈ കെ.കെ.എസ്. പേര് തന്നെ കൂടുതൽ മലയാള സിനിമയിലോ അല്ലെങ്കിൽ സാഹിത്യത്തിലോ ഒരു ശ്രദ്ധിക്കപ്പെടാൻ കാരണം കൂടിയായിട്ടുണ്ട് ഈ മുന്തിരിത്തോപ്പുകൾ സിനിമ. അത്രയും ഒരു ദീപ്തമായ ഓർമ്മകളാണ് കെ സിനിമയെക്കുറിച്ചുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ആകെ ജീവിതത്തിൽ 2-3 തവണ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഇതിന് വേണ്ടി. പിന്നീട് കാണാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പിന്നെ അദ്ദേഹം പല തിരക്കുകളിലായിരുന്നു, സിനിമകളുടെയൊക്കെ തിരക്കുകളിലായിരുന്നു. ഒരുപക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്ന ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു കഥ കൂടി ചിലപ്പോൾ സിനിമയാക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക, എല്ലാ കഥകൾക്കും ഒരു പ്രത്യേകതകളുണ്ട്. വേറെ ഒരു മനുഷ്യനും സിനിമയൊക്കെ ധൈര്യപ്പെടാത്ത സിനിമകളാണ് അദ്ദേഹം അത് സിനിമയാക്കിയിട്ടുള്ള ചിത്രമാക്കിയിട്ടുണ്ട്. ഒരിടത്തൊരു ഫയൽവാനാണെങ്കിലും പെരുവഴി അമ്പലാണെങ്കിലും ഒക്കെ ഒരു സംവിധായകനും ധൈര്യപ്പെടാത്ത സിനിമകൾ ആണ് അദ്ദേഹത്തിൻ്റെ വന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമയല്ല അതൊരു കഥയല്ല കാര്യം. കഥ കാര്യമാണെങ്കിൽ പോലും കഥയേക്കാളേറെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയെ മറ്റൊന്നുള്ള വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ഈ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമയുടെ ക്യാമറാമാൻ വേണുവായിരുന്നു. വേണുവിന് ആ സമയത്ത് ആ സിനിമയ്ക്ക് വേണ്ടി ദേശീയ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല നടി എന്ന അവാർഡ് ഷാരിക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ തിലകന് അവാർഡ് കിട്ടി. അതൊക്കെ ഒരു സിനിമയുടെ ഒരു പ്രത്യേകതയും അത്ര അവൻ്റെ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരും മൈസൂറും അതിൻ്റെ മുന്തിരിത്തോട്ടങ്ങളും ഒക്കെ ഒപ്പിയെടുത്ത അതിൻ്റെ സിനിമകൾ ഒരു രംഗങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ പാട്ടുകളെ പറ്റി പറയും. ഇപ്പോഴും സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ONV.കുറുപ്പാണ് അതിൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. സാധാരണ റെക്കോർഡിങ് സമയത്ത് ഈ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അദ്ദേഹം ഈ സോങ്ങിന് വേണ്ടിയുള്ള സീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറുപ്പ് സാറിന് ഇത് ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് കുറുപ്പ് സാറ് ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് 2 പാട്ടുകൾ എഴുതിയത്.
എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ആകാശമാകെ കണിമലർ എന്ന് പറയുന്ന പാട്ടുകൾ, ആ പാട്ടുകൾക്കകത്താണ് ബാംഗ്ലൂരിൻ്റെയൊക്കെ പരിസര സൗന്ദര്യം മൊത്തം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയും ഒരു പുതിയ പരീക്ഷണം അദ്ദേഹം കാണിക്കുകയുണ്ടായി. സീൻസ് കണ്ടിട്ട് പാട്ട് എഴുതുക എന്ന് പറയുന്നത് കുറുപ്പ് സാർ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തല സംഗീതം ജോൺസണാണ് ചെയ്തത്. അതിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ സോങ് തീം മ്യൂസിക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഇപ്പോഴും ഒരു മനോഹരമായിട്ട്, അല്ലെങ്കിൽ പലരും അത് മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോണായിട്ട് പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു ശാന്തസുന്ദരമായ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രണയാതുരമായ ഒരു സംഗീതം തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ടൈറ്റിൽ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ അത് ആ ടൈറ്റിൽ ഉടനീളം ആ മ്യൂസിക്കാണ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷിൻ്റെ ഒരു ക്ലാസിക് ഒരു സംഗീതമാണെന്നായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്.